ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മളുടെ ബൈബിൾ സ്റ്റഡിയുടെ ആദ്യത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 5 മുതലുള്ള അധ്യായങ്ങളിലെ വേദഭാഗമാണ്. തുടർമാനമായി പഠിക്കാനായിട്ട് കർത്താവ് നമുക്ക് അവസരം നൽകുന്നുവെങ്കിൽ നിങ്ങളതിനു വേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വായിച്ച വേദഭാഗം ഒന്നുകൂടെ എടുത്തു വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ തന്നെ ഒരു വാക്യം മാത്രം, 24-ാം വാക്യം, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യനാകും എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ ആകുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കുറച്ചുകൂടെ കൃത്യതയുണ്ട്. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട്. അപ്പോൾ ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങൾ അടിസ്ഥാനമാണെന്നാണ്, ഫൗണ്ടേഷൻ. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയാവുന്ന ഒരു വീടിൻ്റെ ഫൗണ്ടേഷനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സംശയമുള്ള കാര്യമല്ല. അങ്ങനെ ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എൻ്റെ വചനങ്ങളാണ് എന്ന് കർത്താവ് കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട വാക്കെന്താണ്? ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും. ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്. അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ്. ഒരുപക്ഷെ യേശുവിൻ്റെ എല്ലാ വചനങ്ങളും ഒരുപോലെ പ്രധാനമാണ്. എങ്കിലും യേശു ഇവിടെ അടിസ്ഥാന വചനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് മറ്റൊന്നുമല്ല, നാം ഇവിടെ പഠിക്കാൻ പോകുന്നതായ യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. അതുകൊണ്ട് യേശു കർത്താവ് പറയുകയാണ് എൻ്റെ ഈ വചനങ്ങളെ കേട്ട്. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ മറ്റ് വചനങ്ങളൊന്നും പ്രധാനമല്ലെന്നല്ല. പക്ഷേ യേശുവിൻ്റെ വചനങ്ങളുടെ ഒന്ന് സമ്മറൈസ് ചെയ്താൽ യേശുവിൻ്റെ വാക്കുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കണമെങ്കിൽ അതിന് എല്ലാം കൂടെ ഒന്ന് അബ്രിഡ്ജ് ചെയ്ത് പഠിച്ചാൽ അടിസ്ഥാനപരമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, യേശുവിൻ്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അവൻ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഈ അടിസ്ഥാനം നമ്മൾ ഇടുകയാണെങ്കിൽ അവൻ്റെ ബാക്കിയുള്ള വചനങ്ങളെല്ലാം ചേർത്താണ് നമ്മൾ പണിയുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഈ അടിസ്ഥാനം ഇട്ടില്ല എങ്കിൽ ആ വീട് മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാണ്. അത് പെട്ടെന്ന് തകർന്നു പോകും. പക്ഷേ ഇതാണ് അടിസ്ഥാനം എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ എത്ര ആഴത്തിൽ, എത്ര ഹൃദയം തുറന്ന് നമ്മളിതിനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിവാഞ്ച, ഒരു ദാഹം ഇതറിയാനായിട്ട്. പക്ഷേ എന്തോ നമ്മുടെ സഭകളിൽ ഏറ്റവും കുറച്ച് പ്രസംഗിക്കപ്പെടുന്ന ഒരു വേദഭാഗമാണ് ഗിരിപ്രഭാഷണം. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയോ, ഈ അടുത്ത സമയത്ത് നിങ്ങൾ എത്ര പ്രസംഗങ്ങൾ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എന്നോട് പറയൊന്നും വേണ്ട. പക്ഷേ കേട്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നോട് പറഞ്ഞിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത കാലത്തൊന്നും ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഒരു സന്ദേശം ഞങ്ങളുടെ സഭയിൽ പ്രസംഗിച്ച് കേട്ടിട്ടില്ല എന്ന്. ഒരു പക്ഷേ ചില സഭകളിൽ ഏതെങ്കിലും ഒരു പാസ്റ്ററൊക്കെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഭാഗം പറയുമ്പോഴും നമുക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായ വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ടത്, പണിയേണ്ടത്, ആശ്വാസം ലഭിക്കുന്നതും പണിയുന്നതും രണ്ടാണ്, അല്ലേ? അപ്പോൾ പണിയേണ്ടത് എന്ന് പറയുമ്പോൾ ജീവിതത്തിന് രൂപാന്തരം വരുത്തേണ്ടതായ ഈ വേദഭാഗത്തെ വചനങ്ങൾ സ്പെസിഫിക്കായിട്ട് ഇങ്ങനെ പണിതില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകാൻ പോകുകയാണെന്ന് പറയുന്ന ഒരു പ്രീച്ചർ നിങ്ങളുടെ ചർച്ചിൽ വന്നിട്ട് എത്ര കാലമായി? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനകത്ത് നിന്ന് അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങൾക്ക് മടക്കി തരുമെന്ന് പറഞ്ഞിട്ടുള്ള പാസ്റ്റർമാരൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം.
അതല്ല ഞാൻ പറഞ്ഞത്. എന്താണ്? ഈ വാക്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ, അവൻ്റെ ഈ വചനങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ വീട് പണിയുന്നില്ലെങ്കിൽ, നിങ്ങൾ സഭ പണിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം പണിയുന്നില്ലെങ്കിൽ, നിങ്ങൾ നഷ്ടപ്പെടുവാൻ പോകുകയാണ് എന്ന് പറയുന്ന ഒരു പ്രസംഗം, ഒരു പ്രസംഗകൻ അതാണ്. അപ്പോൾ ഇതാണ് അടിസ്ഥാനമെങ്കിൽ എത്ര ആഴത്തിൽ നമ്മളിതിനെ മനസ്സ് കൊടുക്കണം. ഇത് പഠിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ആവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാക്കുകൾ പൂർണ്ണമായും യേശുവിൻ്റെ വാക്കുകളാണ്. ഇത് കൊട്ടേഷൻസ് അല്ല. പലപ്പോഴും മറ്റു പലരും പറഞ്ഞതിൽ നിന്ന് കർത്താവ് എടുത്തു പറയുന്ന കാര്യങ്ങളല്ല. ഇത് അടിസ്ഥാനപരമായി യേശുവിൻ്റെ തന്നെ വാക്കുകളാണ്. അതുകൊണ്ടാണ് പല ഭാഗങ്ങളും ശാസ്ത്രിമാർ പറയുന്നതിൽ നിന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന നിലയിൽ കർത്താവ് പറയുന്നു, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് സ്പെസിഫിക്കായിട്ട് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഓർപ്പിക്കുന്നതായ വേദഭാഗം. ഇത് പഠിക്കണമെങ്കിൽ യേശു എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിച്ചതെന്നറിയണം. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, യേശുവിനെ അറിയാതെ ഈ യേശുവിൻ്റെ വാക്കുകൾ പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്നല്ല, അത് ശരിയാകത്തില്ല. ഇതിൻ്റെ അക്ഷരങ്ങൾക്കും അപ്പുറത്ത് യേശുവിൻ്റെ മനസ്സാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് യേശു എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ആദ്യം ഒന്ന് പരിശീലിക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണ്. അതുതന്നെയാണ് മത്തായി എഴുതുമ്പോഴും അങ്ങനെയാണ്. മത്തായി എഴുതുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞ ഗിരിപ്രഭാഷണത്തിലല്ല മത്തായി തൻ്റെ പുസ്തകം തുടങ്ങുന്നത്. ആദ്യം മത്തായി യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയുള്ള വ്യക്തിയാണ് യേശു, എന്താണ് യേശുവിൻ്റെ ഉദ്ദേശ്യം, എന്തിനു വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്, എന്താണ് യേശുവിന് പ്രൊക്ലെയിം ചെയ്യാനുള്ളത്. അതിനുശേഷമാണ് യേശുവിൻ്റെ ടീച്ചിങ്സ് മത്തായി പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ യേശു ആരാണ്, എന്തിനു വേണ്ടിയാണ് വന്നത്, എന്ത് ലക്ഷ്യത്തോടുകൂടിയാണ് യേശു ഭൂമിയിൽ ജീവിച്ചത്, അല്ലെങ്കിൽ എന്തായിരുന്നു യേശുവിൻ്റെ മനസ്സിലുള്ള ആത്യന്തിക ലക്ഷ്യം, ഇതൊക്കെ ആദ്യത്തെ 4 അധ്യായങ്ങളിലൂടെ നമുക്കൊന്ന് വെളിപ്പെടുത്തി തന്നതിന് ശേഷം യേശുവിൻ്റെ വാക്കുകൾ 5-ാം അധ്യായത്തിൽ തുടങ്ങുകയാണ്. അപ്പോൾ ഈ അടിസ്ഥാന പഠനം ഇല്ലാതെ നമുക്ക് ഈ വാക്കുകൾ പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്താണ് മത്തായിയുടെ സുവിശേഷം? നമ്മൾ അതിൻ്റെ 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ മുതൽ അവിടെ കാണുന്നത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. ഇറ്റ് സേസ് അബൌട്ട് ദ ബർത്ത് ഓഫ് ജീസസ്. മത്തായി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം വിവരണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവ് ആയ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലായ്മ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ആലോചിച്ചു. എന്നാൽ ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫ് എന്നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്തിനു വേണ്ടി വന്നു എന്നാണ് മത്തായി ആദ്യം പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ ഉപദേശങ്ങളല്ല, യേശുവിനെയാണ് മത്തായി ആദ്യം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇവിടെ നമ്മളും യേശുവിൻ്റെ ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ അതിന് മുന്നിലായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് യേശു വന്നത്, എന്തിനു വേണ്ടി, ഫോർ വാട്ട് റീസൺ ജീസസ് കെയിം ടു ദിസ് വേൾഡ്. അവിടെ പറയുന്നത് അവൻ്റെ പേരെന്തായിരിക്കണമെന്നാണ്. ഇറ്റ് ഷുഡ് ബി ജീസസ്. അവനെ നിങ്ങൾ എന്താ വിളിക്കേണ്ടത്? യേശു എന്ന് പേർ ഇടണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷിതാവ്, ജോഷുവ, യഹോവ ഈസ് സാൽവേഷൻ, യഹോവയാണ് രക്ഷകൻ എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ എന്താണ് യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ യേശു വന്നത് എന്തിനു വേണ്ടിയാണ്? വിമോചകനായാണ്, രക്ഷകനായിട്ടാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. എന്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുവാൻ? അതാണ് ചോദ്യം. എന്തിൽ നിന്നെന്ന് ചോദിച്ചാൽ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്ക കൊണ്ട്. അപ്പോൾ അവൻ രക്ഷകനാണ് അല്ലെങ്കിൽ വിമോചകനാണ് തന്നെയല്ല, എന്തിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നതെന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനിത് ഓർപ്പിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളുടെ എംഫസിസ് എന്താണ്? സുവിശേഷകൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ
ആ സുവിശേഷകൻ്റെ എംഫസിസ് എന്താണെന്നുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യേശു ഭൂമിയിൽ വന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, അവൻ എന്തിനു വേണ്ടി വന്നു എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. വൈ ജീസസ് കെയിം ടു ദിസ് വേൾഡ്? വെൻ ജീസസ് വാസ് ഇൻ ദിസ് എർത്ത്, ഇൻ ദ ഫേസ് ഓഫ് ദിസ് പ്ലാനറ്റ് എർത്ത്, ഹി വാസ് ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്. അവൻ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൻ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അവൻ കരയുന്ന ആളുകളോട് കൂടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, അവൻ ഒലിവുമലയ്ക്ക് പാട്ടുപാടി പോയിട്ടുണ്ട്, അവൻ സന്തോഷിച്ചിട്ടുണ്ട്, അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ യേശു ഭക്ഷണം കഴിക്കാനല്ല ഭൂമിയിലേക്ക് വന്നതാണോ? അല്ല. യേശു ഒന്ന് കരയാൻ വേണ്ടിയും അല്ല വന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നമ്മുടെ ദൗത്യത്തിൻ്റെ കോറല്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ദൗത്യം, നമ്മുടെ മിഷൻ, അതിനൊരു കോർ പോയിൻ്റ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇതേപോലെ യേശുവിൻ്റെ ഭൂമിയിലേക്ക് വന്ന ദൗത്യം, എന്തിനു വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ കരയാൻ വന്നതല്ല, അവൻ ഭക്ഷണം കൊടുക്കാൻ വന്നതല്ല, വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയും വന്നതല്ല. അവൻ രോഗികളെ സൗഖ്യമാക്കി എന്നുള്ളത് വേറെ കാര്യം. അവൻ്റെ വരവിൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ്. എന്ത്? അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കെ കൊണ്ട് അവന് യേശുവെന്ന് പേർ വിളിക്കണം. അപ്പം ഇതാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ എംഫസിസ്. ഒരാൾ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ പ്രഥമമായി പറയേണ്ട കാര്യം ഇതാണ്. ഞാനിപ്പോൾ ഒരു കൺട്രിയുടെ അംബാസഡറായിട്ടൊരു രാജ്യത്തേക്ക് ചെല്ലുകയാണെങ്കിൽ, ഞാനവിടെ ചെന്ന് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ, ഞാൻ ചെന്നപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണെന്ന് വെച്ചു. ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ എന്നെ ആരെങ്കിലും പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് പറയുന്നത്, ഇദ്ദേഹത്തെ അറിയത്തില്ല, ഇദ്ദേഹമാണ് നമ്മുടെ ഈ ഹോളിഡേ ഇന്നിൽ താമസിക്കുന്ന ആൾ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അല്ല, ഞാൻ താമസിക്കുന്ന ചിലപ്പോൾ ഹോളിഡേ ഇന്നിലായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ അവിടുത്തെ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിച്ചതിരിക്കും, ഷോപ്പിംഗ് നടത്തി തന്നിരിക്കും. പക്ഷേ ഞാൻ വന്നത് ഷോപ്പിംഗ് നടത്താനോ ഹോട്ടലിൽ താമസിക്കാനൊന്നും അല്ല. ഞാൻ വന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കുവാനാണ്, എൻ്റെ രാജ്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ അക്കൂട്ടത്തിൽ ഞാൻ ഇന്ത്യക്കാരനായ ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാളുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടായി, അയാളെ ഞാൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്ത് തന്നിരിക്കും. അയാൾ ചിലപ്പോൾ കുറച്ച് പൈസ കൊടുത്തുന്നിരിക്കും. അതല്ലെങ്കിൽ അയാളുടെ ഒരു പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തു കൊടുത്തുന്നിരിക്കും. അയാൾക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തു കൊടുത്തുന്നിരിക്കും. പക്ഷേ ഞാൻ ചെന്നത് ഇന്ത്യക്കാരനായ ഒരു വ്യക്തിയെ അവിടെ കണ്ട് അയാളുടെ ഈ ഒരു പ്രതിസന്ധിയിൽ അയാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ പോയത്. പക്ഷേ എൻ്റെ സ്വഭാവത്തിന് എനിക്കത് ചെയ്താലേ പറ്റുള്ളൂ, ഞാനത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ചെന്നത് എന്തിനാണെന്നുള്ളത് മറന്നു പോകാൻ പാടില്ല. ഇതേപോലെ ഒരു വ്യക്തി യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, ഒരു പ്രസംഗകൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, യേശുവിനെ പരിചയപ്പെടുത്തേണ്ടത് അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനെന്ന നിലയിലല്ല. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ യേശു വന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനല്ല. യേശു വന്നത് കുറച്ച് കടക്കാരുടെ കടം തീർക്കാനുമല്ല. അവൻ കടക്കാരുടെ കടം മാറ്റിക്കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ യേശു വന്നത് എന്തിനു വേണ്ടിയാണ്? കടക്കാരുടെ കടം മാറ്റിക്കൊടുക്കാൻ വേണ്ടിയല്ല. അവൻ വന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടെയാണ്. എന്താണ് ലക്ഷ്യം? അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേര് വിടണം. യേശു വന്നത് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് അവൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാണ്. അപ്പോൾ അതുകൊണ്ട് എംഫസിസ് എപ്പോഴും എന്തായിരിക്കണം? പാപമോചനം എന്ന് പറയുന്ന കാര്യമായിരിക്കണം എംഫസിസ്. അതുമാത്രമേ എല്ലാവരും അംഗീകരിക്കുവാൻ. നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനം വായിക്കുമ്പോഴും 1 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം ആകുന്നു. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. എന്താണ് ഈ വാക്യത്തിൻ്റെ പ്രത്യേകത? ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമെന്ന് പറയാൻ പറ്റത്തില്ല. യേശു ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കിയിട്ടില്ലേ? ഉണ്ട്. യേശു കണ്ണ് കാണാൻ വയ്യാത്ത ആളുകളെ, കുരുടന്മാരായ ആളുകൾക്ക് കാഴ്ച കൊടുത്തിട്ടില്ലേ? ഉണ്ട്. യേശു കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാനായി ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാവുന്ന ആളുകൾ പറയും, എന്നാൽ പിന്നെ കുരുടന്മാരെല്ലാം കൂടെ യേശുവിൻ്റെ പിന്നാലെ പോയിക്കോട്ടെ, എനിക്കിപ്പോൾ പോയിട്ട് വലിയ അത്യാവശ്യമൊന്നും ഇല്ല. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമല്ല യേശു കുരുടന്മാരെ സൗഖ്യമാക്കി എന്ന് പറയുന്നത്. യേശു മാറാ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്.
പക്ഷേ മാറാരോഗമില്ലാതെ ജീവിക്കുന്ന, ഒരുമാതിരി ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരാളോട് നമ്മൾ പറയുകയാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് മാറാരോഗികളെ സൗഖ്യമാക്കി എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഐ എം സോറി, ഇപ്പോൾ എനിക്ക് വലിയ അത്യാവശ്യമില്ല. ഇനി യേശു കടക്കാരെ വിടുവിക്കുവാൻ, എത്ര വലിയ കടക്കാരെയും യേശു കർത്താവ് വിടുവിക്കും, കടത്തിൽ നിന്ന് വിടുതൽ നൽകാനായിട്ട് യേശു വന്നിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമല്ല. കാര്യം എല്ലാവരും കടക്കാരൊന്നുമല്ല, ഇല്ലേ? കടം വാങ്ങിച്ചിട്ടില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. ക്രിസ്തു കടക്കാരെ വിടുവിക്കുവാനായിട്ട് ലോകത്തിലേക്ക് വന്നു എന്ന് ഒരാൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം അല്ല. എന്നാൽ എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ ഒരു വചനമേ ഉള്ളൂ. എന്താണ്? ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് പറയുന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം. എന്തുകൊണ്ട്? ലോകത്തിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും എങ്ങനെയുള്ളവരാണ്? പാപികളാണ്. അപ്പോൾ യേശുക്രിസ്തു ലോകരക്ഷകനാകുന്നത്, ലോകവിമോചകനാകുന്നത്, എല്ലാവരുടെയും വിമോചകനാകുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്. എന്ത് കാര്യത്തിൽ? അവൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കുക കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണം. ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പോൾ അതുകൊണ്ട് യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്ത്? അവർ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പ്രഥമമായി പാപങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രൻ എന്ന നിലയിലായിരിക്കണം. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ, സുവിശേഷകർ നമുക്ക് യേശുവിനെ പരിചയപ്പെടുത്തി തരുന്നത്. മറ്റു കാര്യങ്ങൾ കർത്താവ് ചെയ്യത്തില്ലേ? തീർച്ചയായിട്ടും ചെയ്യും. കാര്യം അവൻ മനസ്സലിവുള്ളവനാണ്. അവൻ മനസ്സലിവുള്ളവനായതുകൊണ്ട് നമ്മൾ ചില അബദ്ധങ്ങൾ കാണിച്ചാലും, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ വരുന്നതൊന്നും സ്വാഭാവികമായി വരുന്നൊന്നുമല്ല. നമ്മൾ പലപ്പോഴും എന്ത് കാണിച്ചിട്ടാണ്? വല്ല അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടാണ്. പല അബദ്ധങ്ങൾ കാണിച്ചിട്ടാണ്, പല മിസ്റ്റേക്സ് കാണിച്ചതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ആളുകളോട് ചെന്ന് ചോദിച്ചാൽ ഉടനെ നീ എന്തോ ഓർത്തോണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കും. ഒന്നും ഓർത്തോണ്ടല്ലേ, ഇങ്ങനെയൊക്കെ വരുമെന്ന് ഓർത്തായിരുന്നെങ്കിൽ നേരത്തെ ചെയ്യത്തില്ലായിരുന്നു, ഇല്ലേ? ഒന്നും ഓർത്തോണ്ട് ചെയ്തതൊന്നും അല്ല, ഇങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ ഈ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രം കർത്താവ് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, മോനെ നീ ഒത്തിരി അബദ്ധം കാണിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒന്നും നീ പറയണ്ട. നീ ഇപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധിയിലാണെന്നുള്ളത് എനിക്കറിയാം, ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. കാര്യം കർത്താവ് എങ്ങനെയുള്ളവനാണ്? മനസ്സലിവുള്ളവനാണ്, കരുണയുള്ളവനാണ്, അവൻ മേഴ്സിഫുള്ളാണ്, അവൻ കമ്പാഷൻ ഉണ്ട് അവന്. അതുകൊണ്ട് അവൻ തൻ്റെ കരുണ നമ്മളോട് കാണിക്കും. നമ്മളുടെ അബദ്ധങ്ങൾ നമ്മൾ വരുത്തി വെച്ച അബദ്ധങ്ങളെപ്പോലും മാറ്റി അവൻ എന്തു ചെയ്യും? നമ്മളെ സഹായിക്കും. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഒരു പ്രസംഗകൻ അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. പക്ഷേ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന വിമോചന സന്ദേശം പറയാതെ നിങ്ങൾക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് എത്ര കടമുണ്ടായാലും, എത്ര പ്രതിസന്ധി ഉണ്ടായാലും, എത്ര രോഗമുണ്ടായാലും അതിലെല്ലാം നിങ്ങളെ സഹായിക്കാൻ ഒരുപക്ഷെ വേറെ ആർക്കെങ്കിലുമൊക്കെ കഴിഞ്ഞിരുന്നേനെ. സം അതർ പീപ്പിൾ ഓൾസോ കുഡ് certainly help you. ഏതെങ്കിലും രീതി. ഇപ്പോൾ ധനികനായ ഒരു വ്യക്തി നിശ്ചയിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കടം മാറ്റാൻ പറ്റത്തില്ലേ? നിങ്ങളെക്കാൾ വളരെ ധനികനായ ഒരു വ്യക്തി നിശ്ചയിച്ചാൽ നിങ്ങളെ കടം മാറ്റാൻ പറ്റത്തില്ലേ? ഇല്ലേ? യേശു വന്നില്ലെങ്കിൽ തന്നെ എത്രയോ പേരുടെ കടം അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ അങ്ങനെ കുറവാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. സോ യേശുവിൻ്റെ ഇടപെടലില്ലാതെ തന്നെ വേണമെങ്കിൽ ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാം. അതിനുദാഹരണമായിട്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വാക്യങ്ങൾ എടുത്ത് വായിക്കുകയല്ല, ഞാൻ സ്റ്റോറി നിങ്ങൾക്കറിയാം. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഇതിനകത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അന്ന് യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയ ആളുകൾ ഒരാൾ പോലും അപ്പം കിട്ടുമെന്ന് വെച്ച് പോയവരല്ല. ആണോ? അവരാരും അപ്പം കിട്ടുമെന്ന് വെച്ച് പോയതല്ല. അവരെല്ലാവരും യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയതാണ്. യേശു അവിടെ നോട്ടീസ് അടിച്ചോ? യോഗത്തിന് ശേഷം ഉച്ചഭക്ഷണവും ക്രമീകരിക്കുന്നതാണെന്നുള്ള നോട്ടീസ് അടിച്ചോ? ഒന്നുമില്ലല്ലോ. പക്ഷേ എന്താണ്? യേശുവിൻ്റെ മനസ്സലിവ് കൊണ്ട് യേശു അവരെ വിശന്നവരായി വിടുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവർക്ക് ഭക്ഷണം കൊടുത്തു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇന്നലെ വന്ന ഒരു വ്യക്തിയും അപ്പം തിരക്കി വന്നവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ പിറ്റേ ദിവസം യോഗം കേൾക്കാൻ വന്നവർ പിറ്റേ ദിവസം ചെന്നത് എന്തിനാണെന്നറിയാമോ? പ്രസംഗം കേൾക്കാനല്ല, അപ്പം തിരക്കിയാണ് വന്നത്. ഇതാണ് വാസ്തവത്തിൽ അപ്പം കൊടുക്കുമ്പോഴുണ്ടാകുന്ന അപകടമെന്ന് പറയുന്നത്. പ്രസംഗം കേൾക്കാൻ വരുന്നവനൂടെ നാളെ തൊട്ട് അപ്പം തിന്നാൻ വരുമെന്നുള്ളതാണ്. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് പറഞ്ഞത്. അവരിതൊന്നും ഓർത്തൊന്നുമല്ല. ആദ്യത്തെ ദിവസം വന്നത് അപ്പം തിരക്കി ഒന്നുമല്ല വന്നത്. പക്ഷേ ഒരു ദിവസം അപ്പം കിട്ടിയപ്പോൾ പിറ്റേ ദിവസം അവർക്ക് പ്രസംഗം വേണ്ട, എന്തോ മതി, അപ്പം മതി. ഇതാണ് വലിയൊരു അപകടം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു അപകടകരമായ ഒരു കാര്യമാണ്.
പക്ഷേ കർത്താവ് അപകടം പെട്ടെന്ന് തന്നെ മണത്തറിഞ്ഞു. കർത്താവ് അതുകൊണ്ട് പിറ്റേ ദിവസം അവർക്ക് എന്ത് ചെയ്തില്ല? അപ്പം കൊടുത്തില്ല. അപ്പോൾ അപ്പം കൊടുക്കാനൊരു സമയമുണ്ട്, അപ്പം നിഷേധിക്കാനും ഒരു സമയമുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ രണ്ട് സമയങ്ങളും ഉണ്ട്. അപ്പം കൊടുക്കാനൊരു സമയമുണ്ട്, അപ്പം നിഷേധിക്കാനുമുള്ള സമയമുണ്ട്. പിറ്റേ ദിവസം കർത്താവ് പറഞ്ഞു, ഇന്നലെ മനസ്സലിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അപ്പം തന്നു. പക്ഷേ നിങ്ങൾ അപ്പം തിന്നു, അടയാളം കണ്ടില്ല. അതിനോട് ചേർന്ന് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി അല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നലെ ഞാൻ തന്ന അപ്പം നശിച്ചു പോകുന്ന ആഹാരമായിരുന്നാണ് കർത്താവ് പറയുന്നത്. നശിച്ചു പോയതുകൊണ്ടാണല്ലോ ഇന്ന് അത് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പിന്നെ വേണ്ടി വരത്തില്ലല്ലോ. ഇന്നലെ കൊടുത്ത ഭക്ഷണം നശിച്ചു പോകുന്നതല്ലായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് വിശക്കുമായിരുന്നോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ദിവസത്തേക്ക് മാത്രമേ കർത്താവ് കൊടുത്ത അപ്പം അവർക്ക് പ്രയോജനപ്പെട്ടുള്ളൂ. പിറ്റേ ദിവസം അവർക്ക് എന്തില്ല? അവർക്ക് അപ്പമില്ല, അവർക്ക് വിശപ്പുണ്ട് താനും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അപ്പം കർത്താവ് തന്നതാണെങ്കിലും ഭൂമിയിലെ അപ്പം ആര് തന്നല്ല, കർത്താവ് തന്നതാണെങ്കിലും പിറ്റേ ദിവസം വിശക്കും. കാര്യം ഒരിക്കലും നിങ്ങൾ ആ അപ്പത്തിലല്ല ആശ്രയം വെക്കേണ്ടതെന്ന് കർത്താവ് പറയുകയാണ്. കാര്യം ആ അപ്പം തിന്ന നിങ്ങൾക്ക് ഇന്ന് എന്തില്ല? നിങ്ങൾ അത് നശിച്ചു പോകുന്ന ആഹാരമായിരുന്നു, ഇപ്പോൾ നിലനിൽക്കുന്നില്ലല്ലോ. ഇന്ന് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരേണ്ടത് എന്തിനു വേണ്ടിയാണ്? നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പീൻ. ആഹാരം തിരക്കി ചെല്ലുന്ന വ്യക്തികൾക്ക് ദൈവം എന്ത് ചെയ്തില്ല? ആഹാരം കൊടുത്തില്ല. എന്നാൽ പ്രസംഗം കേൾക്കാൻ ചെന്നവർക്ക് കർത്താവ് എന്ത് കൊടുക്കുന്നു? ആഹാരം കൊടുക്കുന്നു. അവരുടെ നീഡിൻ്റെ സമയത്ത് കർത്താവ് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇന്നൂടി ഇവർക്ക് ഭക്ഷണം കൊടുത്താൽ ഉണ്ടല്ലോ, പിന്നെ കൈകൊണ്ട് മെയ് ചൊറിയാത്ത പാർട്ടികളായി പോകും ഇവന്മാർ. ചാരിറ്റിയുടെയൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന വലിയ പ്രശ്നം ഇതാണ്. ചാരിറ്റിയുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഞാൻ ആഫ്രിക്കയിൽ ഒത്തിരി കാണുന്നുണ്ട്. അതുകൊണ്ടുകൂടെ പറയുന്നത്, ഓരോ അനുഭവങ്ങളാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ചാരിറ്റി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു മനുഷ്യനെ അധ്വാനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയല്ല, അധ്വാനിക്കുന്നവന് ജീവിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് വാസ്തവത്തിൽ എന്ത് പറയുന്നത്? ചാരിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ അധ്വാനിക്കാതെ ജീവിക്കാൻ മനുഷ്യനെ സഹായിക്കുന്നതല്ല ചാരിറ്റി. അധ്വാനിക്കുന്നവന് എന്താണ്? ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സാഹചര്യം അവന് ഉണ്ടാക്കി കൊടുക്കുക. അധ്വാനിക്കാൻ കഴിയാത്തവരെ എത്ര സഹായിക്കുന്നതിനകത്തും പ്രശ്നമൊന്നുമില്ല. അധ്വാനിക്കാൻ കഴിയാത്ത വ്യക്തികളെ, അത് വേറെ കാര്യം. അപ്പോൾ ചാരിറ്റി എന്ന് പറയുന്നത് ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാകരുത്. ചാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങളെ അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായിരിക്കണം. ഇവിടെ യേശു കർത്താവ് പറയുന്ന ഈ വാക്കിൻ്റെ അതിൻ്റെ ആ ഒരു ആത്യന്തികമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ആ വാക്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഞാൻ തന്ന ആഹാരം അത് നശിച്ചു പോകുന്ന ആഹാരമായിരുന്നു. അത് തരാൻ ഇപ്പം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട വലിയ അത്യാവശ്യമൊന്നുമില്ല. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ തന്നെ വരണമെന്നില്ല. ഇപ്പോൾ ഹേരോദാവ് നിശ്ചയിച്ചാലും 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ പറ്റും. ഹേരോദ രാജാവ് നിശ്ചയിച്ചാലും 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഇനി പീലാത്തോസ് നിശ്ചയിച്ചാൽ ചിലപ്പോൾ 50,000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നിരിക്കും. റോമിലെ സീസർ നിശ്ചയിച്ചാൽ ചിലപ്പോൾ 5 ലക്ഷം പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നിരിക്കും. പക്ഷേ അവർക്ക് ആർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു ആഹാരമുണ്ട്, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. കാര്യം വേറെ ആർക്കും അത് കൊടുക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെതിരല്ല. പക്ഷേ നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം ആണ് യേശു കർത്താവ് നമുക്ക് ഓഫർ ചെയ്യുന്ന എക്സ്ക്ലൂസീവായിട്ടുള്ള കാര്യം. നിങ്ങൾ പറയുന്ന ഏത് ഭൗതിക കാര്യങ്ങളും നിങ്ങൾക്ക് തരാനായിട്ട് ഇപ്പോൾ യേശു കർത്താവ് ഇറങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ നിങ്ങൾക്ക് കിട്ടാൻ മാർഗമൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ പ്രതിസന്ധിയുടെ സമയത്ത് കർത്താവ് മനസ്സലിഞ്ഞ് നിങ്ങൾക്കത് തന്നെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന കർത്താവ് എനിക്കൊരു വീട് വെക്കാൻ സഹായിച്ചെന്നാൽ നിങ്ങൾക്ക് മാത്രമേ ഇവിടെ തിരുവനന്തപുരത്ത് വീടുള്ളൂ, വേറെ ആർക്കും വീടില്ലയോ? അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ വീട് നിങ്ങളുടെ ഒന്നും അല്ലല്ലോ, ആണോ? അതാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നതിൻ്റെ തെളിവായിട്ട് നിങ്ങൾ എടുത്തു കാണിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളെക്കാൾ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന എത്രയോ ആളുകളുണ്ടോ നിങ്ങൾ ആലോചിക്കണം. എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന
ഒരൊറ്റ കാര്യമെന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ പാപമോചനമാണ്. അത് ലോകത്തിൽ ഒരാൾക്കും ചെയ്യാൻ കഴിയുകയില്ല. നമ്മുടെ ധനസമൃദ്ധിയോ നമ്മുടെ പണമോ നമ്മുടെ വീടോ നമ്മുടെ പണമോ നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങളോ ഒന്നും നമ്മൾ വ്യത്യസ്തരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതല്ല. അതുകൊണ്ടാണ് പുറപ്പാട് 33 അധ്യായത്തിൽ മോശ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവെ, തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. എന്നിട്ട് അതിനോടുകൂടെ പറയുന്നൊരു കാര്യം, ഞങ്ങൾ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരെന്ന് എന്തോന്നിനാൽ അറിയാം, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അല്ലെങ്കിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന സകല സമ്പത്തിൻ്റെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫറവോൻ അതിനേക്കാളും കൂടുതൽ സമ്പത്തില്ലേ? എന്താണ് നമ്മൾ എക്സ്ക്ലൂസീവാണെന്ന്, എന്താണ് നമ്മൾ സകല ജനതകളിലും ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് നമ്മൾ വിശേഷതയുള്ളവരാണെന്നുള്ളതിൻ്റെ തെളിവ് നാം അനുഭവിക്കുന്നതായ ദൈവസാന്നിധ്യമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. മറ്റുള്ളതൊക്കെ ആളുകൾക്കെല്ലാം ഉണ്ട്. പക്ഷേ നാം അനുഭവിക്കുന്നതായ ദൈവസാന്നിധ്യം ആർക്ക് മാത്രമേ ഉള്ളൂ? നമുക്ക് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരാണ് എന്നതിൻ്റെ തെളിവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഈ കാര്യങ്ങളെ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് സുവിശേഷത്തിൻ്റെ എംഫസിസ് മാഞ്ഞു പോകുന്നതാണ് പല പ്രസംഗങ്ങളിലും നമ്മൾ കാണുന്നത്. ഇവിടെ അതുകൊണ്ടാണ് യേശു കർത്താവിനെ മത്തായി പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പറയുന്ന അവൻ്റെ ഒന്നാമത്തെ കാര്യം, അവൻ്റെ പേര് യേശു എന്നാണ്. അവൻ രക്ഷകനാണ്, യഹോവയാണ് രക്ഷകൻ, അവൻ വിമോചകനാണ്. പക്ഷേ എന്തിൽ നിന്നാണ് അവൻ നിങ്ങളെ വിമോചിപ്പിക്കുന്നത്, രക്ഷിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. എന്തിൽ നിന്ന്? അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. സോ യേശുവിനെ നമ്മൾ വിമോചകനായി തിരിച്ചറിയുന്നു. മത്തായി പരിചയപ്പെടുത്തുന്നത് തന്നെ എന്താണ്? വിമോചകനായ യേശു. ഇനി അടുത്തതായിട്ട് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ വിമോചകനായി പരിചയപ്പെടുത്തിയിട്ട് അടുത്തതായിട്ട് യേശുവിനെ പരിചയപ്പെടുത്തുന്നത് രാജാവ് എന്ന നിലയിലാണ്. ഹീ ഈസ് ദ റിഡീമർ ആൻഡ് ഹീ ഈസ് ദ കിങ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട രസകരമായ ഒരു കാര്യമുണ്ട്. ഈ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ യെരുശലേമിൽ വന്ന് ചോദിക്കുന്ന ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ്. ലോകത്തിൽ രാജകുമാരന്മാരായി പിറന്ന ഒത്തിരി പേരുണ്ട്. നമ്മളിന്ന് പറയുന്ന കിങ്സ് എല്ലാം എങ്ങനെയാണ് ജനിച്ചത്? രാജകുമാരന്മാരായിട്ടാണ്. പക്ഷേ രാജാവായിട്ട് ആരും പിറന്നിട്ടില്ല. അത് യേശു മാത്രമേ ഉള്ളൂ. ഒരാളൊരു ഗ്രാമത്തിൽ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ മഹാന്മാരാരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന്. അവർ പറഞ്ഞു, ഇല്ലല്ല, ഇവിടെ എല്ലാം ജനിച്ചതെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു. പിന്നെ അവരിൽ ചിലരൊക്കെ മഹാന്മാരായിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ ജനിച്ചതാരും ആരായിട്ടല്ല. മഹാന്മാരായിട്ട് ആരും എന്ത് ചെയ്തിട്ടില്ല? ജനിച്ചിട്ടില്ല. ജനിച്ചതെങ്ങനെയാണ്? സ്മോൾ ബേബ്സ്, ഇൻഫൻസ്. എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ അവനെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നതായ വിശേഷണ പദം എന്താണ്? യഹൂദന്മാരുടെ രാജകുമാരനല്ല, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങളവൻ്റെ നക്ഷത്രം കണ്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ മത്തായി ആദ്യം വിമോചകനായി പരിചയപ്പെടുത്തി രണ്ടാമത് പറയുന്നത് എന്താണ്? ഹീ ഈസ് നോട്ട് ജസ്റ്റ് എ റിഡീമർ, ഹീ ഈസ് എ കിങ്. വിമോചകൻ വിടുവിക്കുന്നു. രാജാവ് ചെയ്യുന്നത് വിടുവിക്കുകയല്ല, രാജാവ് ചെയ്യുന്നത് ഭരിക്കുകയാണ്. അപ്പോൾ വിമോചകനും വിടുവിക്കുന്നവനും ഭരിക്കുന്നവനുമാണ് യേശു എന്ന് മത്തായി നമ്മളെ ഓർപ്പിക്കുകയാണ്. ഈസ് നോട്ട് ജസ്റ്റ് എ റിഡീമർ. അവൻ വിടുവിച്ച് എവിടെയെങ്കിലും കൊണ്ടിടുകയല്ല. വീണ്ടെടുത്തവൻ വിടുവിച്ചിട്ട് വഴിയിലിട്ടേച്ച് പോവുകയല്ല. വീണ്ടെടുത്ത് അവൻ്റെ രാജ്യത്തിലേക്ക് അവൻ ആക്കി അവൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഹീ ഈസ് ഗോയിങ് ടു റൂൾ ഓവർ യു. നിങ്ങളുടെ മേൽ ഭരണം നടത്താനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇവർ കൊടുക്കുന്നതായ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണു, അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. അവരുടെ കാഴ്ചകളുടെ അല്ലെങ്കിൽ അവന് പ്രസൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഈ വിശേഷ വസ്തുക്കളുടെ കാര്യം അത് വളരെ സിമ്പിളൈസ് ചെയ്തിരിക്കുകയാണ്. പല കാര്യങ്ങളെ സിമ്പിൾസ് അല്ലെങ്കിൽ സൈൻ എന്താണെന്ന് ചോദിച്ചാൽ, ഗോൾഡ്, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫോർ ദ കിങ്. പൊന്ന് എന്ന് പറയുന്നത് രാജാവിന് നൽകുന്ന
എന്താണ് ഒരു കാഴ്ച വസ്തുവായിട്ടാണ് പറയുന്നത്. ദാറ്റ് ഷോസ് ദാറ്റ് ജീസസ് ഈസ് ദ കിങ്, അവൻ രാജാവാണ്. എന്നാൽ അതേസമയം കുന്തിരുക്കം എന്ന് പറയുന്നത് ഒരു പ്രീസ്റ്റിന് കൊടുക്കുന്നതായ, ഇറ്റ് സേസ് ദാറ്റ് ഹീ ഈസ് എ പ്രീസ്റ്റ്. അപ്പോൾ പൊന്ന് രാജാവിനും കുന്തിരുക്കം പ്രീസ്റ്റിനും അല്ലെങ്കിൽ പുരോഹിതനുമുള്ളതാണ്. ജീസസ് ഈസ് ദ കിങ് ആൻഡ് ഹീ ഈസ് ദ പ്രീസ്റ്റ്. ഹീ ഈസ് ദി ഹൈ പ്രീസ്റ്റ്. ഹീ ഈസ് ദ ഹൈ പ്രീസ്റ്റ്. അവൻ മഹാപുരോഹിതനാണ്. ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തത്തക്ക രീതിയിൽ മത്തായി അതിൻ്റെ നറേഷൻ നമുക്ക് നൽകുകയാണ്. ആൻഡ് ഓൾസോ അവസാനം പറയുന്ന മീർ അല്ലെങ്കിൽ പൊന്നും കുന്തിരുക്കവും മൂരും, അവിടെ മൂറ് എന്ന് പറയുന്ന ഈ ഇത് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫോർ ദ വൺ ഹൂ ഈസ് ടു ഡൈ, അല്ലെങ്കിൽ ശവസംസ്കാരത്തിനാണ് വാസ്തവത്തിൽ എന്തുപയോഗിക്കുന്നത്, മൂറ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായ ഒരു സുഗന്ധ വസ്തുവായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ Matthew says he is the king, he is the high priest, and also he came to die. അവൻ മരിക്കാൻ വേണ്ടി വന്നവനാണ്, അവൻ രാജാവാണ്, he is the king. അങ്ങനെ യേശു രാജാവായതുകൊണ്ട് ആ രാജാവിൻ്റെ നയപ്രഖ്യാപനമായിട്ടാണ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവൻ രാജാവാണെങ്കിൽ ആ രാജ്യത്തിലെ അവൻ്റെ പദ്ധതികൾ എന്താണ്, ആ രാജ്യത്തിൻ്റെ പ്രജകൾക്ക് ഉള്ള പ്രത്യേകതകൾ എന്താണ്, എങ്ങനെയുള്ളവരെ, അല്ലെങ്കിൽ അതിൻ്റെ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ മാഗ്ന കാർട്ട എന്ന് പറയും, അവൻ്റെ നയപ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. എങ്ങനെയുള്ള വ്യക്തിയുടെ രാജാവിൻ്റെ നയപ്രഖ്യാപനമാണ്. അപ്പോൾ ഗിരിപ്രഭാഷണം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, യേശുവിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? അവൻ വിമോചകനാണ്. വിമോചകനായ രക്ഷകനായ യേശുവിനെ രക്ഷകനായി തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഗിരിപ്രഭാഷണം ശരിയായ നിലയിൽ ഗ്രഹിക്കാനായിട്ട് കഴിയത്തില്ല. രണ്ടാമത്, ഹീ ഈസ് നോട്ട് ജസ്റ്റ് എ റിഡീമർ, ഹീ റിഡീംസ് ആൻഡ് ഹീ റൂൾസ് ഓവർ അസ്. അവൻ നമ്മളെ വിടുവിക്കുക മാത്രമല്ല, അവൻ എന്ത് ചെയ്യുന്നു? നമ്മളെ ഭരിക്കുവാനായി ഇറങ്ങി വന്നിരിക്കുന്ന രാജാവാണ് എന്നുള്ള തിരിച്ചറിവ്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ രാജാവിൻ്റെ രാജ്യപ്രഖ്യാപനമാണ്. ഇൻഫാക്റ്റ് അവിടെ അത് സംസാരിച്ചു തുടങ്ങുന്നത് ശരിക്കും യേശുവല്ല. അവിടെ ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു. മാത്യു ചാപ്റ്റർ 3:1. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് അവൻ എന്ത് ചെയ്യുകയാണ് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. ബട്ട് ഹീ ഈസ് നോട്ട് ദ കിങ്. അവനല്ല രാജാവ്. അതെന്താണ്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. അപ്പോൾ രാജാവല്ല ഇവിടെ വാസ്തവത്തിൽ രാജ്യത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത്, പ്രത്യുത രാജാവിന് വഴിയൊരുക്കുന്നവനായ യോഹന്നാനാണ്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കാര്യം ആര് പറയുന്നുണ്ട്? യോഹന്നാൻ സ്നാപകൻ പറയുന്നു. എന്താണ്? മാനസാന്തരപ്പെടണം. അപ്പോൾ മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് കഴിയത്തില്ല. മാനസാന്തരം എന്ന വാക്കിന് വളരെ വളരെ ചെറിയൊരർത്ഥമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇറ്റ് ഇസ് സിംപ്ലി എന്താണ്, തിരിയുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഷൂബ് എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഉടനീളം നമ്മൾ കാണുന്നതായ പ്രവാചകന്മാരെല്ലാം ഉപയോഗിക്കുന്നൊരു വാക്കാണ്. പ്രവാചകന്മാരെല്ലാം ചെന്ന് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളെ കർത്താവ് ശിക്ഷിക്കുമെന്നാണ്. ഇല്ലേ? മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതേ ഉള്ളൂ. ഏദൻ തോട്ടത്തിൽ ദൈവവും മനുഷ്യനും മുഖാമുഖം നോക്കിയിരിക്കുകയായിരുന്നു. ഇല്ലേ? ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനും എന്താണ്, മുഖത്തോട് മുഖമാണ്, ഫേസ് ടു ഫേസ് ആയിട്ടാണ് ജീവിച്ചത്. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഫേസ് ടു ഫേസ് ആയിട്ട് ജീവിച്ച മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് പുറംതിരിയുകയാണ്. ടേൺ ഹിസ് ബാക്ക് ആൻഡ് ഹി വാസ് റണ്ണിങ്. ഇൻഫാക്റ്റ് ദൈവം അവനെ ഓടിച്ചു വിടുകയല്ല, ഇവൻ എന്ത് ചെയ്യുകയാണ്? ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുമ്പോൾ ഫേസ് ടു ഫേസ് അല്ല, ദൈവം പുറകിൽ നിൽക്കുകയാണ്. മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന് പുറം തിരിഞ്ഞ് ഓടിപ്പോവുകയാണ്. അന്ന് മുതൽ ദൈവത്തിന് പുറം തിരിഞ്ഞ് ഓടിപ്പോകുന്ന മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് ടേൺ ബാക്ക്. നീ എന്തിനാ ഓടിപ്പോകുന്നത്? നീ എൻ്റെ മുഖത്തേക്ക് നോക്ക്, ടേൺ ബാക്ക്, നീ എന്നിലേക്ക് തിരിയുക. അതാണ് വാസ്തവത്തിൽ മാനസാന്തരത്തിൻ്റെ പ്രഥമമായ പാഠമെന്ന് പറയുന്നത്. ഇൻ ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ്, പഴയ നിയമത്തിൽ ഉടനീളം പ്രവാചകന്മാർ വന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയാനാണ്.
ഒരിക്കൽ ദൈവവുമായി മുഖാമുഖം ജീവിച്ച മനുഷ്യവർഗത്തിന് ദൈവം കൊടുക്കുന്ന ആഹ്വാനം, ഇപ്പോൾ നിങ്ങൾ എനിക്ക് പുറംതിരിഞ്ഞോടുകയാണല്ലോ, ഇനി അങ്ങനെ ഓടേണ്ട കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? എങ്കിലേക്ക് തിരിയുക. തിരിയുക എന്നുള്ള വാക്കാണ് ഷൂബ് എന്ന് പറയുന്ന വാക്ക്. ടേൺ ടു ഗാഡ്, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ന്യൂ ടെസ്റ്റമെൻറ്റിലും ഏകദേശം ഇതേ അർത്ഥം തന്നെ വരുന്ന രീതിയിലാണ് മാനസാന്തരപ്പെടുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മാനസാന്തരപ്പെടുന്നത് ദൈവത്തിങ്കലേക്കാണ്. അതുകൊണ്ടാണ് ഈവൻ പോൾ ഉപയോഗിക്കുന്നതും ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തര പ്രസംഗം, ദൈവത്തിങ്കലേക്ക്. ദാറ്റ് മീൻസ് വി ടേൺ ബാക്ക്. എങ്ങോട്ട്? വീണ്ടും ദൈവത്തിങ്കലേക്ക്. എവിടെ നിന്ന് ഓടിപ്പോയോ അവിടേക്ക്. അതാണ് മാനസാന്തരം. യോഹന്നാനോട് പറയുന്ന ഇതാണ്, ഇനിയിപ്പോൾ നിങ്ങൾ ദൈവത്തിന് പുറം തിരിഞ്ഞ് ഓടുന്നത് ശരിയല്ല. കാരണം ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നത് കൊണ്ട് തിരിച്ച് ദൈവരാജ്യത്തിലേക്ക്, ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയിലേക്ക്. അതാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ. It doesn't speak about a place, of course. There is heaven, but John says about a state of the kingdom. ദൈവരാജ്യത്തിൻ്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. What is it? ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയിലേക്ക്. It is at hand. അത് വന്നെത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് വന്നെത്തിയിരിക്കുന്നു? Because the king has come. എന്തുകൊണ്ടാണ് ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു എന്ന് യോഹന്നാൻ പറയാൻ കാര്യം, രാജാവ് വന്നതുകൊണ്ടാണ്. അപ്പോൾ യോഹന്നാൻ പറയുന്നതാണ്, ദ കിങ് ഹാസ് കം, രാജാവിതാ വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആരിലേക്ക് തിരിയണമെന്നാണ് പറയുന്നത്? രാജാവിങ്കലേക്ക് തിരിയണം. ആരാണ് രാജാവ്? ഞാനല്ല രാജാവ്. യോഹന്നാൻ പറയുന്നു, നോ, ഐ ആം നോട്ട് ദ മെസ്സായ. ഞാനല്ല രാജാവ്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവനാണ് രാജാവ്. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി സ്നാനം കഴിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ അഗ്നിയിലും പരിശുദ്ധാത്മാവിലും സ്നാനം കഴിപ്പിക്കും. സോ ഹീ ഈസ് കമ്മിങ്, ദ ഹെറാൾഡ് ഓഫ് ദ കിങ്ഡം. രാജ്യത്തിൻ്റെ പ്രഖ്യാപനം, രാജാവ് വരുന്നു എന്നുള്ള പ്രഖ്യാപനം. അതാണ് വാസ്തവത്തിൽ യോഹന്നാൻ നൽകുന്നത്. ഇനിയാണ് നോക്കുക, മത്തായി എങ്ങനെ എത്ര കൃത്യമായിട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ he says about the birth of Jesus. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു. എന്തിനു വേണ്ടി യേശു ജനിച്ചു എന്ന് പറയുന്നു. എന്തിനു വേണ്ടി? അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. So he came as the redeemer. And also he says that he is not just a redeemer, he is the king. അവൻ വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല, അവൻ ആരും കൂടെയാണ്. അവൻ രാജാവാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? 1-ാം അധ്യായത്തിൽ യേശു വിമോചകനായി ജനിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. 2-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു? യേശു രാജാവാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് തന്നെയല്ല, അവർ കൊടുക്കുന്ന കാഴ്ച വസ്തുക്കളിൽ ഒന്നാമത്തെ പൊന്ന് ആർക്ക് വേണ്ടിയുള്ളത്? രാജാവിന് വേണ്ടിയുള്ളത്. കുന്തിരുക്കം പുരോഹിതന് വേണ്ടിയുള്ളത്. അവൻ മഹാപുരോഹിതനാണ്. മൂറ് മരിക്കുവാൻ പോകുന്നവന് വേണ്ടിയുള്ള ശവസംസ്കാരത്തിന് വേണ്ടി എന്ന് പറയുന്നത് പോലെ. സി, he is a king who is going to die for you. നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ ഈവൻ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന കാര്യം എന്താണ്? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്.